ഓം ശാന്തി. 9/7/2026 പ്രഭാതമുരളി മധുബാൻ. മധുരമായ കുട്ടികളെ, വൃക്ഷപതിയായ ബാബ നിങ്ങൾ കുട്ടികളിൽ ബൃഹസ്പതി ദശ ഇരുത്തിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ അവിനാശിയായ സുഖത്തിന്റെ ലോകത്തിലേക്ക് പോവുകയാണ്. ചോദ്യം: ഏതു കുട്ടികളിലാണ് അവിനാശിയായ ബൃഹസ്പതിയുടെ ദശ ഉണ്ടാകുന്നത്? അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളെയും ത്യാഗം ചെയ്ത് സ്വയത്തെ ആത്മാവാണെന്ന നിശ്ചയം വെക്കുന്നത്. ഇങ്ങനെയുള്ള നിശ്ചയ ആത്മീയ ബുദ്ധിയുള്ള കുട്ടികളിലാണ് ബൃഹസ്പതിയുടെ ദശ ഉണ്ടാകുന്നത്. അവരുടെ സുഖത്തിനെക്കുറിച്ചുള്ള മഹിമയാണ് അതീന്ദ്രിയ സുഖം. ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന്. അവരുടെ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടില്ല. ഗീതം: ഓം നമഃ ശിവായ. ഓം ശാന്തി. കുട്ടികൾ ബാബയുടെ മഹിമ കേട്ടു. ഇന്ന് വൃക്ഷപതി ദിനമാണെന്നാണ് പറയുന്നത്. ബൃഹസ്പതി ദിനം എന്നും പറയും. ഇതിനെ തന്നെയാണ് വ്യാഴാഴ്ച എന്നും പറയുന്നത്. കേവലം ഗുരുദിനമല്ല, സദ്ഗുരു ദിനം. ബംഗാളിൽ സദ്ഗുരുവാർ വളരെ ആഘോഷിക്കാറുണ്ട്. മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമായതിനാൽ ബാബയെ വൃക്ഷപതി എന്നാണ് പറയുന്നത്. ബാബ വിത്താണ്, അതുപോലെ വൃക്ഷപതിയുമാണ്. വൃക്ഷത്തിലെ ബീജമാണ് അച്ഛൻ. വിത്തിൽ നിന്നാണ് വൃക്ഷം ഉണ്ടാകുന്നത്. ഇത് മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ വിത്ത് മുകളിലാണ്. നമ്മൾ കുട്ടികൾക്കിപ്പോൾ അവിനാശിയായ ബൃഹസ്പതിയുടെ ദശ ആയതുകൊണ്ട് അവിനാശിയായ സ്വരാജ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിയാം. സത്യുഗത്തെ അവിനാശി സുഖധാമമെന്നാണ് പറയുന്നത്. കലിയുഗത്തെ വിനാശിയായ ദുഃഖധാമം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ദുഃഖധാമത്തിന്റെ വിനാശമുണ്ടാകണം. സുഖധാമം അവിനാശിയാണ്. അവിനാശി വൃക്ഷപതിയായ ബാബ സ്ഥാപിക്കുന്ന സുഖധാമം പകുതി കൽപ്പം നിലനിൽക്കുന്നു. കുട്ടികൾ സേവനത്തിന് വേണ്ടിയുള്ള പോയിന്റുകൾ കുറിച്ചുവെക്കണം. ഈ പോയിന്റുകളെല്ലാം മുഖ്യമായത് പ്രദർശിനിയിൽ മനസ്സിലാക്കി കൊടുക്കണം. കാരണം മനുഷ്യർ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇത് വാസ്തവത്തിൽ ജ്ഞാനമാണ്. ബാബ ഈ ജ്ഞാനം ഇപ്പോൾ പുതിയ ലോകത്തിന്റെയും പഴയ ലോകത്തിന്റെയും ഇടയിലാണ് നൽകുന്നത്. പിന്നീട് ഈ ജ്ഞാനം പ്രായേണ ലോപിക്കും. ദേവതകൾക്ക് ഈ ജ്ഞാനമില്ല. അഥവാ ചക്രത്തിന്റെ ജ്ഞാനം ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യം ഭരിക്കാനുള്ള ആനന്ദമുണ്ടാകില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചിന്ത വരുന്നില്ലേ? രാജ്യപദവി എടുത്തതിന് ശേഷം നമ്മുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കുമോ എന്ന ചിന്ത നിങ്ങൾക്ക് വരുന്നില്ലേ? പക്ഷേ ഈ ഡ്രാമ ഉണ്ടാക്കപ്പെട്ടതാണ്. ചക്രം കറങ്ങുക തന്നെ ചെയ്യും. ലോകത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ആവർത്തിക്കുന്നതെന്ന് നിങ്ങൾ കുട്ടികൾക്കറിയാം. ഇത് മനുഷ്യ സൃഷ്ടിയാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ മൂലവതനത്തിന്റെയും വൃക്ഷമുണ്ട്. എല്ലാവരുടെയും വിഭാഗം വേറെ വേറെയാണ്. ആരുടെയും ബുദ്ധിയിൽ ഈ കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. ഈ കാര്യങ്ങൾ ഒരു ശാസ്ത്രത്തിലും എഴുതി വച്ചിട്ടില്ല. നമ്മൾ അവിനാശിയായ ആത്മാവ് ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഒരിക്കലും വിനാശമാകുന്നില്ല. വെള്ളത്തിൽ നിന്ന് കുമിളകൾ ഉണ്ടായതിനു ശേഷം വെള്ളത്തിൽ തന്നെ പോയി ലയിക്കുന്നു എന്ന് മനുഷ്യർ കരുതുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ രഹസ്യവുമുണ്ട്. അവിനാശിയായ ആത്മാവിലാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. ചക്രത്തിന്റെ ഈ ജ്ഞാനം ഒരു ശാസ്ത്രത്തിലുമില്ല. ചിലയിടങ്ങളിൽ സ്വസ്തികയുടെ ചിഹ്നവും കാണിക്കാറുണ്ട്. ചക്രത്തിൽ വരകൾ വരച്ച് അനേകം ധർമ്മങ്ങളുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു. മുഖ്യമായും 4 ധർമ്മങ്ങളും ശാസ്ത്രങ്ങളുമുണ്ട്.
സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ഒരു ധർമ്മവും സ്ഥാപിക്കപ്പെടുന്നില്ല. അവിടെ ഒരു ധർമ്മശാസ്ത്രവുമില്ല. ധർമ്മശാസ്ത്രങ്ങളെല്ലാം ദ്വാപരയുഗം മുതലാണ് ആരംഭിക്കുന്നത്. പിന്നീട് എത്ര വൃദ്ധിയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കിക്കാണൂ. ശരി, ഗീത ആരാണ് കേൾപ്പിച്ചത്? ബാബ പറയുന്നു, ഞാൻ കൽപ്പത്തിലെ സംഗമയുഗത്തിൽ മാത്രമാണ് വരുന്നത്. എന്നാൽ മനുഷ്യർ കൽപ്പം എന്ന വാക്കിനെ മാറ്റി ഓരോ യുഗത്തിന്റെ സംഗമത്തിലും വരുന്നു എന്നെഴുതി വെച്ചു. സംഗമയുഗത്തിൽ വാസ്തവത്തിൽ മറ്റാരും വന്ന് ധർമ്മം സ്ഥാപിക്കുന്നില്ല. ത്രേതായുഗത്തിന്റെ അവസാനവും ദ്വാപരയുഗത്തിന്റെ ആരംഭത്തിലുമുള്ള സംഗമത്തിൽ ഇസ്ലാം ധർമ്മം സ്ഥാപിക്കപ്പെട്ടു എന്നത് ശരിയല്ല. ദ്വാപരയുഗത്തിലാണ് സ്ഥാപിക്കപ്പെട്ടതെന്ന് പറയും. സംഗമയുഗത്തിലെ ഈ സമയം അതിമനോഹരമാണ്. ഈ സമയത്തെയാണ് കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേള സംഗമത്തെയാണ് പറയുന്നത്. ഇത് ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മിലനത്തിന്റെ സംഗമമാണ്. ഈ ആത്മീയ മിലനം നടക്കുന്നത് സംഗമത്തിലാണ്. എന്നാൽ മനുഷ്യർ ഗംഗാജലത്തിന്റെ പേരാണ് പ്രശസ്തമാക്കിയത്. അവർക്ക് ജ്ഞാനസാഗരനായ പരമപിത പരമാത്മാവിനെയും അറിയില്ല. ബാബ എങ്ങനെയാണ് പതിത ലോകത്തെ പാവനമാക്കി മാറ്റിയത് എന്നൊരു ശാസ്ത്രത്തിലും ഇല്ല. ഇപ്പോൾ ബാബ നിങ്ങൾ കുട്ടികളോട് പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിന്റെ എല്ലാ ധർമ്മങ്ങളെയും ത്യജിക്കൂ. ആരോടാണ് പറയുന്നത്? ആത്മാക്കളോട്. ഇതിനെയാണ് ജീവിച്ചിരിക്കെ മരിക്കുക എന്ന് പറയുന്നത്. മനുഷ്യർ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ദേഹത്തിന്റെ എല്ലാ ബന്ധങ്ങളും ഇല്ലാതാകുന്നു. ബാബ പറയുന്നു, ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിക്കൂ. നിശ്ചയമുള്ള ആത്മീയ ബുദ്ധിയുള്ളവരായി മാറൂ. കൂടുതൽ ഓർമ്മിക്കുന്നതിലൂടെ ബൃഹസ്പതിയുടെ ദശ ഉണ്ടാകുന്നു. നമ്മൾ എത്രയാണ് ശിവബാബയെ ഓർമ്മിക്കുന്നത് എന്ന് പരിശോധിക്കൂ. ഓർമ്മയിലൂടെ മാത്രമാണ് കറ ഇല്ലാതായി നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത്. നമ്മൾ ആത്മാക്കൾ ബാബയെ എത്ര ഓർമ്മിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കുറച്ച് ഓർമ്മിക്കുന്നതിലൂടെ കറയും കുറച്ചു മാത്രമേ ഇല്ലാതാവുകയുള്ളൂ. സന്തോഷവും കുറയും, പദവിയും കുറയും. ആത്മാവാണ് സതോ രജോ തമോ ആയി മാറുന്നത്. ഈ സമയത്ത് മാത്രമാണ് ഗോപികമാരുടെ അതീന്ദ്രിയ സുഖത്തിന്റെ മഹിമ ഉള്ളത്. ബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മ വരുന്നില്ല എങ്കിൽ സന്തോഷത്തിന്റെ ലഹരി വർദ്ധിക്കും. നമ്മളിൽ ബൃഹസ്പതിയുടെ ദശ അല്ലെങ്കിൽ സദ്ഗുരുവിന്റെ ദശ ആണ് ഉള്ളത്. പിന്നീട് സന്തോഷം അപ്രത്യക്ഷമാകുമ്പോൾ ബൃഹസ്പതിയുടെ ദശ മാറി രാഹുവിന്റെ ദശയാണെന്ന് പറയും. ചിലർ വളരെ ധനവാനായിരിക്കും. മറ്റു ചിലർ തന്റേതായതെല്ലാം പണയം വെച്ച് പിന്നീട് പാപ്പരാകുന്നു. ഭാരതത്തിന് ഗ്രഹണം ബാധിക്കുമ്പോഴാണ് പറയുന്നത് ദാനം നൽകിയാൽ ഗ്രഹണം ഇല്ലാതാകുമെന്ന്. നമ്മുടെ 16 കല സമ്പൂർണമായിരുന്ന ദേവീ ദേവതാ ധർമ്മത്തിന് ഗ്രഹണം ബാധിച്ചിരിക്കുകയാണ്. രാഹുവിന്റെ ദശയാകുമ്പോഴാണ് ദേവതകളുടെ മുന്നിൽ പോയി പാടുന്നത്, അങ്ങ് സർവഗുണ സമ്പന്നമാണ്, ഞങ്ങൾ പാപിയും കപടതയും ഉള്ളവരാണ് എന്ന്. രാഹുവിന്റെ ഗ്രഹണം ബാധിക്കുന്നതിലൂടെയാണ് എല്ലാവരും കറുത്തുപോയത് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. പൂർണ്ണചന്ദ്രന് ശേഷം അവസാനം ഒരു വര മാത്രം കാണാൻ സാധിക്കും. അതുപോലെ ദേവീ ദേവതകളുടെയും ചിത്രമുണ്ട് എന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. ഗീതയാണ് ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ ശാസ്ത്രം. എന്നാൽ ദേവീ ദേവതകൾക്ക് തന്റെ ധർമ്മത്തെക്കുറിച്ച് അറിയില്ല. ധർമ്മ നേതാക്കളുടെ സമ്മേളനങ്ങളെല്ലാം നടത്താറുണ്ട്. ഈശ്വരൻ സർവവ്യാപിയല്ല എന്ന് നിങ്ങൾക്ക് സമ്മേളനങ്ങളിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും.
ഈശ്വരൻ പരിധിയില്ലാത്ത അച്ഛനാണ്. ഈ അച്ഛനാണ് കുട്ടികൾക്ക് വന്ന് സമ്പത്ത് നൽകുന്നത്. സാധു സന്യാസിമാർക്കൊന്നും സമ്പത്ത് ലഭിക്കുന്നില്ലെങ്കിൽ അവരെങ്ങനെ അംഗീകരിക്കും? നിങ്ങൾ കുട്ടികൾക്കാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഈശ്വരൻ സർവവ്യാപിയല്ല എന്ന മുഖ്യമായ കാര്യമാണ് തെളിയിക്കേണ്ടത്. ശിവജയന്തി ആഘോഷിക്കുന്നു. ശിവജയന്തി എന്നോ രുദ്രജയന്തി എന്നോ പറഞ്ഞാലും ഒന്നു തന്നെയാണ്. രുദ്രനായ ബാബയാണ് ഈ ജ്ഞാനയജ്ഞം രചിക്കുന്നത്. രുദ്രൻ എന്ന് ശിവനെയാണ് പറയുന്നത്. ഈ ഗീതാജ്ഞാന യജ്ഞത്തിലൂടെയാണ് വിനാശത്തിന്റെ ജ്വാല പ്രജ്വലിതമായത്. നിരാകാരനായ ബാബ രുദ്രജ്ഞാന യജ്ഞം എങ്ങനെയാണ് രചിക്കുന്നതെന്ന് നിങ്ങളാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത്. സാകാരത്തിലുള്ള ബ്രഹ്മബാബയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ പരിധിയില്ലാത്ത യജ്ഞത്തിൽ പഴയ ലോകം മുഴുവൻ സ്വാഹായാകും. ബാക്കിയെല്ലാം ഭൗതികമായ യജ്ഞമാണ്. എത്ര രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമാണ്. ബാബ പറയുന്നു, ഇത് രുദ്രജ്ഞാന യജ്ഞമാണ്. വിനാശം ഉണ്ടാവുക തന്നെ വേണം. നിങ്ങൾ എപ്പോഴാണോ പാസ്സാകുന്നത്, പൂർണ്ണ ജ്ഞാനിയും യോഗിയുമായി മാറുന്നത്, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകമാകുന്ന സ്വർഗം വേണം. തീർച്ചയായും നരകത്തിന്റെ വിനാശം ഉണ്ടാകണം. രാജസ്വ അശ്വമേധ എന്ന വാക്കും ശരിയാണ്. ഈ യജ്ഞത്തിലാണ് എല്ലാം സ്വാഹ ചെയ്യുന്നത്. വാസ്തവത്തിൽ കുതിര എന്നത് നിങ്ങളുടെ ഈ ശരീരമാകുന്ന രഥമാണ്. ദക്ഷ പ്രജാപതി യജ്ഞം രചിച്ചതിൻ്റെയും ഒരു കഥയുണ്ട്. നമ്മളെ വൃക്ഷപതിയായ ബാബയാണ് പഠിപ്പിക്കുന്നത് എന്ന സന്തോഷം നിങ്ങൾ കുട്ടികൾക്ക് എത്ര ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മളിൽ ബൃഹസ്പതിയുടെ ദശയാണ്. നമ്മുടെ അവസ്ഥ വളരെ നല്ലതാണ്. പിന്നീട് പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്തോറും എഴുതുന്നു, ബാബ നമുക്ക് സംശയം ഉണ്ടാകുന്നു. ആദ്യം നമ്മൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇവിടെ ബാബയുടേതായി മാറുക വളരെ വലിയ യാത്രയാണ്. മറ്റ് തീർത്ഥയാത്രകളിലേക്കെല്ലാം പോകുമ്പോൾ എത്ര പൈസയാണ് ചെലവാക്കുന്നത്. എന്നാൽ ഇവിടെ പൈസ ദാനം ചെയ്യുന്നതിൻ്റെ കാര്യമൊന്നുമില്ല. ഈ ജ്ഞാനമാർഗത്തിൽ ഒരു പൈസയും ചെലവാക്കേണ്ട കാര്യമില്ല. മറ്റെല്ലാം ഭൗതികമായ യാത്രകളാണ്. നിങ്ങളുടേത് ആത്മീയ യാത്രയാണ്. ഭൗതികമായ യാത്രയിലൂടെ ഒരു ലാഭവുമില്ല. ഒരു ഗീതമുണ്ടല്ലോ, 4 ഭാഗത്തും ചുറ്റിക്കറങ്ങിയിട്ടും ജന്മജന്മാന്തരങ്ങളായി ബാബയിൽ നിന്നും ദൂരെയായിരുന്നു. എത്രയധികം യാത്രകൾ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. മനുഷ്യർ എവിടേക്കെങ്കിലും തീർച്ചയായും പോകും. ഹരിദ്വാറിൽ ഗംഗാ നദിയുടെ അടുത്ത് തീർച്ചയായും പോകും. ഗംഗ പതിത പാവനിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങളാണ് വാസ്തവത്തിൽ സത്യമായ ജ്ഞാന ഗംഗകൾ. ഒരുപാട് പേർ നിങ്ങളുടെ അടുത്ത് വന്ന് ജ്ഞാനസ്നാനം ചെയ്യുന്നുണ്ട്. സദ്ഗുരു ഒന്നു മാത്രമാണ് എന്ന് ബാബ മനസ്സിലാക്കി തന്നു. സർവരുടെയും സദ്ഗതി ദാതാവ് ഒരു സദ്ഗുരു അല്ലാതെ മറ്റൊരു ഗുരുവുമല്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് കൽപ്പകൽപ്പം സംഗമയുഗത്തിൽ സദ്ഗതി നൽകിയാണ് പൂജാരിയിൽ നിന്നും പൂജ്യരാക്കി മാറ്റുന്നത്. പിന്നീട് നിങ്ങൾ പൂജാരിയും ദുഃഖിയുമായി മാറുന്നു. ഇതും ഇപ്പോഴാണ് മനസ്സിലായത്. പകുതി കൽപ്പമാണ് നമ്മുടെ രാജ്യം ഉണ്ടാകുന്നത്. പിന്നീട് ദ്വാപരയുഗം മുതൽ നമ്മൾ ദേവീ ദേവതകളാണ് വാമമാർഗത്തിലേക്ക് പോകുന്നത്. രാവണ രാജ്യം ആരംഭിക്കുമ്പോഴാണ് വാമമാർഗം തുടങ്ങുന്നത്. വാമമാർഗത്തിലേക്ക് പോയവരുടെയും അടയാളമുണ്ട്. ജഗന്നാഥ ക്ഷേത്രത്തിൽ പോയി നോക്കൂ, ഉള്ളിൽ കറുത്ത മൂർത്തിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പുറത്ത് ദേവതകളുടെ മോശമായ ചിത്രങ്ങളുമുണ്ട്. നമുക്കും ഇതെന്താണെന്നൊന്നും മുൻപ് അറിയുമായിരുന്നില്ലല്ലോ. വികാരികളായ മനുഷ്യർ വികാരി ദൃഷ്ടിയിലൂടെ നോക്കുന്നു.
ദേവതകളും വികാരികളായിരുന്നു എന്ന് ചിന്തിക്കുന്നു. ദേവതകൾ വാമമാർഗത്തിലേക്ക് പോകുന്നു എന്നെഴുതി വെച്ചിട്ടുണ്ട്. വസ്ത്രം ദേവതകളുടേതാണ് കാണിച്ചിരിക്കുന്നത്. ദിൽവാഡ ക്ഷേത്രത്തിൽ സ്വർഗം മുകളിലാണ് കാണിച്ചിട്ടുള്ളത്. താഴെ തപസ് ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നു. ഈ രഹസ്യങ്ങളെക്കുറിച്ച് മറ്റാർക്കും അറിയില്ല. ബ്രഹ്മബാബ ശിവബാബയുടെ അനുഭവിയായ രഥമാണല്ലോ. ആത്മാക്കളും പരമാത്മാവും ഒരുപാട് കാലം വേറിട്ടിരുന്നു എന്ന് നിങ്ങൾ കുട്ടികൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ആദ്യം ബാബയിൽ നിന്ന് വേറിട്ടവർ തന്നെയാണ് പിന്നീട് വന്ന് ആദ്യം കണ്ടുമുട്ടുന്നത്. ശ്രീകൃഷ്ണൻ സത്യുഗത്തിലെ ആദ്യത്തെ രാജകുമാരനാണ്. അപ്പോൾ കൃഷ്ണന്റെ അച്ഛനും ഉണ്ടായിരിക്കുമല്ലോ. എന്നാൽ കൃഷ്ണന്റെ അമ്മയെയും അച്ഛനെയും കുറിച്ചൊന്നും കൂടുതലായി കാണിക്കുന്നില്ല. തലയിൽ വെച്ച് നദിയിലൂടെ അക്കരെ എത്തിച്ചതായി മാത്രമേ കാണിക്കുന്നുള്ളൂ. രാജ്യപദവിയൊന്നും കാണിച്ചിട്ടില്ല. കൃഷ്ണന്റെ അച്ഛന്റെ മഹിമ എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? കൃഷ്ണന്റെ ആത്മാവ് ഈ സമയം വളരെ നല്ല രീതിയിൽ പഠിപ്പ് പഠിച്ചു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അമ്മയെക്കാളും അച്ഛനേക്കാളും ഉയർന്ന പദവി പ്രാപ്തമാക്കി. നമ്മൾ ശ്രീകൃഷ്ണന്റെ രാജധാനിയിലായിരുന്നു, സ്വർഗത്തിലായിരുന്നല്ലോ. പിന്നീട് നമ്മൾ ചന്ദ്രവംശികളായി മാറി. വീണ്ടും സൂര്യവംശികളായി മാറുന്നതിന് വേണ്ടി ശ്രീമത്തിലൂടെ പാവനമായി മാറി പാവനമായ ലോകത്തിന്റെ അധികാരിയായി മാറും. ഓരോരുത്തർക്കും അവനവന്റെ അവസ്ഥ കാണാൻ സാധിക്കും. ഈ സമയം നമ്മൾ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് ഗതി ലഭിക്കും എന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ബാബയെ എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അത്രത്തോളം വികർമ്മം വിനാശമാകും. മനുഷ്യർക്ക് എന്തെങ്കിലും ആപത്തുകൾ അഥവാ ദുഃഖം വരുമ്പോൾ അഥവാ പാപ്പരാകുമ്പോൾ സന്യാസിമാരുടെ സംഘം ചേരുന്നു. ഇവർ ഭക്തരാണല്ലോ, ചതിക്കില്ല എന്ന് മനുഷ്യർ കരുതുന്നു. ഇങ്ങനെയുള്ളവർ 2-4 വർഷത്തിൽ വളരെ ധനവാനായി മാറുന്നു. അവരുടെ അടുത്ത് ഒരുപാട് പൈസ ഒളിച്ചു വെച്ചിരിക്കും. ഓരോരുത്തർക്കും അവനവന്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിലും വളരെ കുറച്ച് ഓർമ്മിക്കുന്നവരുമുണ്ട്. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, അവനവന്റെ മംഗളമുണ്ടാകണമെങ്കിൽ തൻ്റെ കയ്യിൽ നോട്ട് ബുക്ക് വെക്കൂ, ചാർട്ട് നോട്ട് ചെയ്യൂ. മുഴുവൻ ദിവസത്തിലും നമ്മൾ എത്ര സമയം ഓർമ്മിച്ചു? മനുഷ്യർ മുഴുവൻ ജീവിതകഥയും എഴുതുന്നു. നിങ്ങൾക്ക് അവനവന്റെ ഉന്നതിക്ക് വേണ്ടി ഓർമ്മയുടെ ചാർട്ട് വെച്ചാൽ മാത്രം മതി. ബാബയെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. വികർമ്മങ്ങൾ വിനാശമാകുന്നില്ലെങ്കിൽ ഉയർന്ന പദവി എങ്ങനെ പ്രാപ്തമാക്കും? അപ്പോൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ അനുഭവിക്കാത്തവർക്ക് നല്ല പദവി ലഭിക്കും. ശിക്ഷ അനുഭവിച്ചതിന് ശേഷം കുറച്ചെന്തെങ്കിലും പദവി പ്രാപ്തമാക്കുന്നതിൽ എന്ത് കാര്യം? ധർമ്മരാജനിൽ നിന്ന് ശിക്ഷ അനുഭവിക്കാതിരിക്കാനും പദവി നഷ്ടപ്പെടാതിരിക്കാനുമുള്ള പുരുഷാർത്ഥം ചെയ്യണം. ശിവബാബയും ധർമ്മരാജനുമുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ചെയ്യിപ്പിക്കുന്നു. നിങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇനി ശിക്ഷ അനുഭവിച്ചോളൂ. പിന്നീട് ജന്മജന്മാന്തരങ്ങളുടെ ശിക്ഷയാണ് ഒറ്റ സമയം അനുഭവിക്കുന്നത്. അവസാനം അല്പം റൊട്ടിക്കഷ്ണം ലഭിച്ചിട്ട് എന്ത് കാര്യം? ഒരിക്കലും ശിക്ഷ അനുഭവിക്കരുത്. തൻ്റെ കണക്ക് പുസ്തകം നോക്കുന്നത് പോലെ തൻ്റെ അവസ്ഥ പരിശോധിക്കണം. ചിലർ 6 മാസത്തിൻ്റെ, മറ്റു ചിലർ 12 മാസത്തിൻ്റെ കണക്കെടുക്കാറുണ്ട്. ചിലർ ദിവസവും നോക്കുന്നു. ബാബ പറയുന്നു, നിങ്ങളും കച്ചവടക്കാരാണ്. ചുരുക്കം ചില കച്ചവടക്കാരാണ് പരിധിയില്ലാത്ത ബാബയുമായി കച്ചവടം ചെയ്യുന്നത്. ധനമില്ലെങ്കിലും ശരീരവും മനസ്സും ഉണ്ടല്ലോ. ബാബയെ ദലാൽ എന്നും പറയുന്നു. എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുന്നു. നിങ്ങൾ ശരീരവും മനസ്സും ധനവും നൽകുമ്പോൾ പകരമായി 21 ജന്മത്തേക്ക് വേണ്ടി എത്ര സമ്പത്താണ് പ്രാപ്തമാക്കുന്നത്?
ബാബ, ഞാൻ അങ്ങയുടേതാണ്. നമ്മുടെ ആത്മാവും ശരീരവും ലക്ഷ്മി നാരായണന് സമാനമായി മാറുന്ന തരത്തിലുള്ള യുക്തി പറഞ്ഞു തരൂ. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ എത്ര വെളുത്തവരാക്കി മാറ്റുന്നു. നിങ്ങളുടെ രൂപം തന്നെ മാറ്റുന്നു. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് ഒന്നാന്തരം ശരീരം ലഭിക്കും. നിങ്ങൾ വൈകുണ്ഠത്തിലും കാണുന്നുണ്ട്. ഈ മമ്മയും ബാബയുമാണ് പിന്നീട് ലക്ഷ്മി നാരായണനായി മാറുന്നത്. ലക്ഷ്യവും കാണിക്കുന്നുണ്ട്. ഇനിയെല്ലാം പുരുഷാർത്ഥത്തെ ആധാരമാക്കിയാണ്. മുഴുവൻ പുരുഷാർത്ഥം ചെയ്യാതെ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ പദവി ഭ്രഷ്ടമാകും. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. തൻ്റെ അവസ്ഥ സ്വയം പരിശോധിക്കണം. തൻ്റെ മംഗളത്തിനു വേണ്ടി ദിവസവും ഡയറി വെക്കണം. ഡയറിയിൽ ഓർമ്മയുടെ ചാർട്ട് കുറിച്ചു വെക്കണം. 2. പരിധിയില്ലാത്ത അച്ഛനുമായി സത്യമായ കച്ചവടം ചെയ്യണം. തൻ്റെ ശരീരവും മനസ്സും ധനവും ബാബയ്ക്ക് ഏൽപ്പിച്ച് 21 ജന്മത്തേക്ക് വേണ്ടി പ്രാപ്തിയെടുക്കണം. നിശ്ചയബുദ്ധികളായി മാറി തൻ്റെ മംഗളം ചെയ്യണം. വരദാനം: സന്തോഷത്തിനോടൊപ്പം ശക്തി ധാരണ ചെയ്ത് വിഘ്നങ്ങളെ മറികടക്കുന്നവരായ വിഘ്നജീതായി ഭവിക്കട്ടെ. ഏത് കുട്ടികൾക്ക് സമ്പാദിക്കാൻ അറിയുമോ അവർ ശക്തിശാലിയാകുന്നു. അഥവാ ഇപ്പോഴിപ്പോൾ സമ്പാദിച്ചു, ഇപ്പോഴിപ്പോൾ വിതരണം ചെയ്തു. അവനവനിൽ നിറച്ചില്ല എങ്കിൽ ശക്തി ഉണ്ടാകുന്നില്ല. കേവലം വിതരണം ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ദാനം ചെയ്യുന്നതിൻ്റെ സന്തോഷം ഉണ്ടാകുന്നു. സന്തോഷത്തിനോടൊപ്പം ശക്തിയുണ്ടെങ്കിൽ സഹജമായി തന്നെ വിഘ്നങ്ങളെ മറികടന്ന് വിഘ്നജീതായി മാറും. പിന്നെ ഒരു വിഘ്നവും ലഹരിയെ ഇളക്കുകയില്ല. അതിനാൽ എങ്ങനെയാണോ മുഖത്തിലൂടെ സന്തോഷത്തിൻ്റെ തിളക്കം കാണപ്പെടുന്നത്, അങ്ങനെ ശക്തിയുടെ തിളക്കവും കാണപ്പെടട്ടെ. സ്ലോഗൻ: പരിതസ്ഥിതികളിൽ പരിഭ്രമിക്കുന്നതിന് പകരം അവയെ അധ്യാപകരെന്ന് മനസ്സിലാക്കി പാഠം പഠിച്ചോളൂ. അവ്യക്ത സൂചന: ജ്വാല സ്വരൂപസ്ഥിതിയിൽ കഴിഞ്ഞ് ശക്തിശാലി ഓർമ്മ അനുഭവിക്കൂ. ലാസ്റ്റിൽ നിന്ന് ഫാസ്റ്റ് പുരുഷാർത്ഥം ജ്വാലാരൂപത്തിൻ്റെയാണ് ഉണ്ടായിരിക്കുക. പാണ്ഡവർ കാരണം യാദവർ നിൽക്കുകയാണ്. പാണ്ഡവരുടെ ശ്രേഷ്ഠ അന്തസ്, ആത്മീയ അന്തസ്സിന്റെ സ്ഥിതി യാദവരുടെ പരവശപ്പെടുത്തുന്ന പരിതസ്ഥിതിയെ ഇല്ലാതാക്കിക്കോളും. അപ്പോൾ തൻ്റെ അന്തസ്സിലൂടെ പരവശ ആത്മാക്കൾക്ക് ശാന്തിയും സുഖവും വരദാനമായി നൽകൂ. ജ്വാലാസ്വരൂപമർത്ഥം ലൈറ്റ് ഹൗസ്, മൈറ്റ് ഹൗസ് സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇതേ പുരുഷാർത്ഥത്തിൽ കഴിയൂ. ഓം ശാന്തി.